നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. എവിടെ ഷോ അവതരിപ്പിച്ചാലും നമ്മുടെ PV അൻവറിൻ്റെ ഗതി ഇതാണല്ലോ. ആദ്യം കേരളത്തിലെ ഓൺലൈൻ മാധ്യമങ്ങളെ പൂട്ടാനിറങ്ങി. തെരഞ്ഞെടുപ്പിൽ ജയിച്ച PV അൻവർ പിന്നീട് ആഫ്രിക്കയിലേക്ക് മുങ്ങിയതും MLA ഓഫീസിൽ MLAയെ കാണാതായതുമൊക്കെ ഒരു കാലത്ത് വലിയ വാർത്തയായിരുന്നു. അന്ന് അൻവർ എന്തൊക്കെയാണ് തട്ടിവിട്ടത്? വഴിയിൽ വെച്ചൊരാളെ പരിചയപ്പെട്ടു. അയാൾ തന്നെ കൂട്ടിക്കൊണ്ടുപോയി ആഫ്രിക്കയിൽ ഒരു സ്വർണ്ണക്കനി സമ്മാനിച്ചു. പിന്നെ നമ്മൾ അൻവറെ കാണുന്നത് ഓൺലൈൻ മാധ്യമങ്ങളെയൊക്കെ മര്യാദ പഠിപ്പിച്ച് കേരളത്തെ രക്ഷിച്ചെടുക്കാൻ ഇറങ്ങിയ ഒരു രക്ഷകൻ്റെ വേഷത്തിൽ. അതിൽ ചിലരൊക്കെ അൻവറിനൊപ്പം കൂടി. PV അൻവറിൻ്റെ മുഖ്യ ടാർഗറ്റ് അങ്ങനെ മറുനാടൻ മലയാളിയായി. ഷാജൻ സ്കറിയയെ അഴിയെണ്ണിക്കും എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് നിരവധി കേസുകൾ കുത്തിപ്പൊക്കി പോലീസിലേക്ക്. സംഗതി രാജ്യദ്രോഹമടക്കം ഷാജൻ സ്കറിയയ്ക്കെതിരെ കൊടിയ ആരോപണങ്ങൾ. ഒരു വേള മറുനാടൻ മലയാളി പൂട്ടിക്കെട്ടുമെന്നൊക്കെ അൻവർ വെല്ലുവിളിച്ചു. കഴുകനെ പോലെ എത്ര ഉയരത്തിൽ പറഞ്ഞാലും നിന്നെ താഴെയിറക്കി ഞാൻ പൂട്ടിക്കെട്ടുമെന്നായിരുന്നു അന്ന് അൻവറിൻ്റെ വെല്ലുവിളി. എന്നാൽ മറുനാടൻ PV അൻവറിനെ തോൽപ്പിച്ചു. ഓൺലൈൻ മാധ്യമങ്ങളെ വെല്ലുവിളിച്ച് അൻവർ നാടുവാണപ്പോൾ അന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു സ്ഥിരം സന്ദർശകനായിരുന്നു അൻവർ. മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് PV അൻവർ കടന്നു ചെല്ലുന്നതൊക്കെ വളരെ രാജകീയ പരിവേഷത്തിൽ. അന്ന് ശശി എന്നല്ല സർവ്വമാന ആളുകളും PV അൻവറിനെ വരവേറ്റ് നിന്നു. ADGP അജിത് കുമാറിന് പോലും അന്ന് PV അൻവറിനോട് വലിയ ആദരവായിരുന്നു. പിന്നീട് നടന്ന കൊട്ടാര വിപ്ലവത്തിൽ അൻവർ പുറത്തായി. അതിൻ്റെ കൊട്ടാര രഹസ്യങ്ങളോ അന്തഃപുര രഹസ്യങ്ങളോ ഇപ്പോഴും കേരളത്തിന് അത്ര വ്യക്തതയില്ല. എന്തായാലും പുറത്തിറങ്ങിയ അൻവർ ശശിയെ വെല്ലുവിളിച്ചു. ശശിക്കൊപ്പം കട്ടയ്ക്ക് നിന്ന ADGP അജിത് കുമാറിന് നേർക്ക് കൈ ചൂണ്ടി നിന്നെ ഞാൻ താഴെയിറക്കുമെന്നായിരുന്നു പിന്നെ വെല്ലുവിളി. അജിത് കുമാറിനെതിരെ കേരളം ഭയക്കുന്ന കാര്യങ്ങളാണ് അൻവർ വിളിച്ചുകൂവിയത്. സ്വർണ്ണക്കള്ളക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ, സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നവരെ കൊല്ലിക്കൽ, അതിനുശേഷം കൊലപാതകത്തിന് കൂട്ടുനിൽക്കുന്നവരെ രക്ഷിക്കൽ, എന്തൊക്കെയായിരുന്നു അജിത് കുമാറിനെതിരെയുള്ള ആരോപണം. ഒടുവിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അൻവർ കടന്നു ചെല്ലുന്നു എന്ന ഫ്ലാഷ് ന്യൂസുകൾ. തെളിവുകളുമായി നേരെ സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് എന്നതായിരുന്നു PV അൻവറിൻ്റെ പ്രഖ്യാപനം. അൻവർ സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് കടന്നു പോകുന്നതും നോക്കി അങ്ങനെ മാധ്യമങ്ങൾ സ്തബ്ധരായി നോക്കി നിന്നു. അൻവറിൻ്റെ കയ്യിൽ പ്രത്യേകിച്ച് തെളിവുകളൊന്നും കണ്ടില്ല മാധ്യമപ്രവർത്തകർ. മുഖ്യമന്ത്രിയുടെ അടുക്കലെത്തി പുറത്തിറങ്ങിയ അൻവർ എന്തോ കളഞ്ഞ അണ്ണാനെ പോലെ നിൽക്കുന്നു. മാധ്യമപ്രവർത്തകർക്ക് പോലും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അൻവറിൻ്റെ അടുത്തെത്തിയപ്പോൾ ഒരക്ഷരം ഉരിയാടുന്നില്ല. വായിൽ കോലിട്ട് കിള്ളിയിട്ടും അൻവറിന് മിണ്ടാട്ടമില്ല. മുഖ്യമന്ത്രിയുടെ അടുക്കൽ കയറി ഒരുപക്ഷെ കൈരേഖ കാണിച്ച് ഇതാണ് എൻ്റെ കയ്യിലുള്ള തെളിവ് എന്ന് അൻവർ തട്ടിവിട്ടേക്കാം. മുഖ്യമന്ത്രി ഏതെങ്കിലും ഒരു ഫയൽ മേശപ്പുറത്ത് വെച്ച് ഇതിലേക്കൊന്ന് നോക്കിയേ എന്ന് അൻവറിനോട് പറഞ്ഞിരിക്കാം. എന്തായാലും ആള് വല്ലാണ്ട് ഭയന്നിരിക്കുന്നു. അജിത് കുമാറോ ശശിയോ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ എന്നതായി പിന്നീട് അൻവറിൻ്റെ ഭാവം. മുഖ്യമന്ത്രിക്കെതിരെ യുദ്ധം തുടങ്ങിയ അൻവർ അങ്ങനെ ആയുധങ്ങളില്ലാതെ കീഴടങ്ങി സെക്രട്ടേറിയറ്റിന് മുന്നിൽ തല കുമ്പിട്ട് നിൽക്കുന്നു. അപ്പോഴും സൈബർ കടന്നൽ എന്ന വിശേഷണ പേരുള്ള അൻവറിന് വേണ്ടി ഫാൻസുകാർ സോഷ്യൽ മീഡിയയിൽ തീപ്പൊരി പ്രഖ്യാപനങ്ങൾ കുറിച്ചുകൊണ്ടിരുന്നു. പുലി പതുങ്ങുന്നത് വെറുതെയല്ല. അൻവറിൻ്റെ എതിരാളികൾ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു, പുലി പതുങ്ങിയത് വെറുതെയല്ല, ഓടാനാണ്. പിന്നെ സെക്രട്ടേറിയറ്റിൽ നിന്ന് PV അൻവർ എങ്ങോട്ടേക്കാണ് ഓടിയതെന്ന് ഇപ്പോഴും വലിയ വ്യക്തതയില്ല. ഉമ്മൻചാണ്ടിയുടെ കാലത്തെ പഴയ PC ജോർജിനെ ഇപ്പോൾ കേരളം ഓർക്കുന്നു. അന്ന് ഉമ്മൻചാണ്ടിക്ക് നേരെ എന്തെല്ലാം ആരോപണങ്ങളാണ് PC ജോർജ് തൊടുത്തുവിട്ടത്. ഉമ്മൻചാണ്ടി എന്നല്ല, തൻ്റെ മുന്നിൽ ശത്രുവായി ആരു നിന്നാലും അവരെയൊക്കെ നിഷ്കരണം വെട്ടിയെറിയുന്നതിൽ പ്രഗത്ഭനായിരുന്നു അന്ന് PC ജോർജ്. സമാനമായ ഇമേജാണ് ഇപ്പോൾ PV അൻവറിനും. ഒരുപക്ഷെ കേരളത്തിലെ ചാനൽ റേറ്റിംഗിൽ 1-ാം നമ്പർ ഇപ്പോഴും PV അൻവറിന് തന്നെയാവും. പൊട്ടിക്കുന്ന വെടികളും തൊടുക്കുന്ന അമ്പുകളും ഒക്കെ വ്യക്തവും കൃത്യവുമാണ്. എതിരാളിയുടെ മർമ്മം തകർക്കും. ഒന്നും ഉന്നം പഴയ്ക്കാതെ കൊള്ളേണ്ടടുത്ത് കൊള്ളിക്കാൻ അൻവറിനറിയാം. എന്നാൽ കൊള്ളേണ്ടടുത്ത് കൊണ്ടിട്ടും യാതൊരുവിധ ഭാവപ്രകടനങ്ങളുമില്ലാതെ എതിരാളികൾ ഇങ്ങനെ വാഴുമ്പോൾ അൻവർ പിന്തിരിഞ്ഞോടുന്നത് ഒരു സ്ഥിരം കാഴ്ചയും. ഇക്കുറി PV അൻവർ എന്ന പോരാളി തുണി പറിച്ചോടിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ്. അതാണ് ഏറ്റവും വലിയ കൗതുകം. പിണറായി വിജയൻ്റെ ഇടത്തും വലത്തും ശക്തി കേന്ദ്രങ്ങളായി നിൽക്കുന്നവർ അധോലോകത്തിൻ്റെ വക്താക്കളാണ് എന്ന് PV അൻവർ കേരളത്തിന് മുന്നിൽ തുറന്നു കാട്ടി. സോളാർ കേസ് അട്ടിമറിക്കൽ തുടങ്ങി പൂരം കുളമാക്കൽ, ചങ്ങാത്ത മുതലാളിത്തത്തേക്കാൾ വലിയ ചങ്ങാത്തം,
കേരളത്തിലെ അധോലോകം നിയന്ത്രിക്കുന്നത് മുംബൈ അധോലോക ശൈലി എന്തൊക്കെയായിരുന്നു അൻവറിൻ്റെ കണ്ടെത്തലുകൾ? ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ ഓഫീസ് അന്ന് നിയന്ത്രിച്ചിരുന്ന പി ശിവശങ്കർ ഇപ്പോൾ ജയിലറയ്ക്കുള്ളിലാണ്. രണ്ടാം പിണറായി വിജയൻ സർക്കാരിനെ നിയന്ത്രിക്കുന്ന പി ശശി അതിനേക്കാൾ വലിയ ക്രിമിനലും അധോലോക നായകനുമാണ് എന്ന് PV അൻവർ തുറന്നടിച്ചു. ക്രമസമാധാന ചുമതല വഹിക്കുന്ന ADGP അത് മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തൻ നടത്തുന്നത് സ്വർണ്ണക്കള്ളക്കടത്ത് മാത്രമല്ല, സ്വർണം പൊട്ടിക്കലിനു ശേഷം തെളിവുകൾ നശിപ്പിക്കാൻ കൊലപാതകവുമടക്കം മുംബൈ അധോലോകത്തിൻ്റെ ശൈലികൾ. ഈ ADGP മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഒക്കെ ടെലിഫോൺ കോളുകൾ ചോർത്തുന്നു. അത് വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. ഇത്രയൊക്കെയായിട്ടും വിരണ്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ADGPക്ക് മുന്നിൽ കുമ്പിട്ട് നിൽക്കുന്നു. അൻവറിൻ്റെ ആരോപണങ്ങൾ വിലയിരുത്തിയ കേരളം അക്ഷരാർത്ഥത്തിൽ തലയിൽ കൈവച്ചു. മുഖ്യമന്ത്രി ശുദ്ധനാണ് എന്ന് PV അൻവർ വിളിച്ചു പറഞ്ഞു. ഇതുതന്നെയാണ് പണ്ട് ശിവശങ്കർ പറഞ്ഞത്, മുഖ്യമന്ത്രി ഒരു മരപ്പൊട്ടനാണ് എന്ന്. ആഭ്യന്തര വകുപ്പ് കുത്തഴിഞ്ഞോ എന്നാരും ചോദിക്കരുത്. കാരണം കുത്തഴിയുകയല്ല, സർവമാനം തകർന്ന് നിലത്തെഴിയുകയാണിപ്പോൾ. അത് വെളിപ്പെടുത്തിയതാവട്ടെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ വിശ്വസ്തനായ PV അൻവറും. ഒരു നിശബ്ദ പോരാളിയായാണ് P ശശി അറിയപ്പെടുക. മുഖ്യമന്ത്രിയുടെ വലം കൈയായി നിന്ന് ഓഫീസ് നിയന്ത്രിക്കുമ്പോഴും മാധ്യമപ്രവർത്തകരിൽ നിന്ന് കൃത്യമായ അകലം പാലിക്കാറുണ്ട് P ശശി. തൻ്റെ കൈപ്പിഴ കൊണ്ടോ നാക്കുപിഴ കൊണ്ടോ യാതൊരു വിധത്തിലും ഒരു ക്ഷീണം സംഭവിക്കരുത് എന്ന കണിച്ചക്കാരൻ. കണ്ണൂർ ജില്ലയിലെ അടുത്ത സെക്രട്ടറി സ്ഥാനമാണ് P ശശി സ്വപ്നം കാണുന്നത്. സൂക്ഷ്മതയോടെ കരുക്കൾ നീക്കുന്ന ശശിയുടെ മർമ്മത്തിന് നേർക്കാണ് അൻവർ തൊടുത്തത്. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ അൻവറിനോട് എളുപ്പം ക്ഷമിക്കില്ല. കണ്ണൂർ രാഷ്ട്രീയ ചേരിയിൽ P ജയരാജനും MV ജയരാജനും EP ജയരാജനുമൊക്കെ P ശശിയുടെ എതിർ ഗ്രൂപ്പിലാണ്. അല്പമെങ്കിലും ചായ്വ് കാട്ടുന്നത് പിണറായി വിജയൻ്റെ വിശ്വസ്തനായ MV ജയരാജൻ മാത്രം. ഒറ്റയ്ക്ക് നിന്ന് പോരാടിയ P ശശി അൻവറിന് മുന്നിൽ തോറ്റോടിയോ എന്ന് കേരളം സംശയിക്കുമ്പോൾ അതേ സെക്രട്ടേറിയറ്റിനുള്ളിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കയറിയ അൻവർ എങ്ങനെ വിരണ്ടുവെന്നാണ് ഇപ്പോൾ കേരളം തിരയുന്നത്. അൻവറിനെ തേടി ഒരുപക്ഷെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഏതെങ്കിലുമൊക്കെ ഇന്നോവകൾ വന്നിട്ടുണ്ടാകാം എന്ന് സമൂഹ മാധ്യമങ്ങളിൽ പരിഹാസമുയരുന്നു. P ശശിയുടെ മുന്നിലെത്തിയ അൻവർ ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ശശിയുടെ കാൽക്കൽ വീണു എന്നും സമൂഹ മാധ്യമങ്ങളിൽ ചിലർ കുറിക്കുന്നു. മുഖ്യമന്ത്രിയോട് എല്ലാം ഒരു നമ്പറല്ലേ എന്ന് PV അൻവർ തട്ടിവിട്ടെന്നും കഥകളുണ്ട്. എന്തായാലും ഒരൊറ്റ തെളിവ് പോലും കാട്ടാത്ത PV അൻവർ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയുടെ കോപ്പി ഇന്ന് MV ഗോവിന്ദന് നൽകും എന്ന് പറഞ്ഞ് അല്പസ്വല്പം ഇമേജ് മെച്ചപ്പെടുത്താനുള്ള ശ്രമമാണിപ്പോൾ നടത്തുന്നത്. PV അൻവറെ വിശ്വസിച്ച് ഫേസ്ബുക്കിൽ ഒരു കാച്ചിയ KT ജലീൽ ഇപ്പോൾ വഴിയാധാരമാകുമോ? ഇനി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കില്ല, ഉദ്യോഗസ്ഥരുടെ ദുർഭരണവും കൊള്ളരുതായ്മകളുമൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ താൻ തുറന്നുകാട്ടും എന്ന് പ്രഖ്യാപിച്ച KT ജലീൽ ഗത്യന്തരമില്ലാതെ ഇന്നലെ PV അൻവറുമായി കൂടിക്കാഴ്ച നടത്തി. മുഖ്യമന്ത്രിയെ കണ്ട് പുറത്തിറങ്ങിയ അൻവർ പറയുന്നത് വെളിപ്പെടുത്തൽ രാഷ്ട്രീയത്തിന് തൽക്കാലം അവധി പ്രഖ്യാപിച്ചുവെന്ന്. തൻ്റെ പിന്നിൽ ദൈവം മാത്രമേയുള്ളൂ, എല്ലാം വെളിപ്പെടുത്തുകയാണ് തൻ്റെ ദൗത്യം. ഇനി നടപടികൾ എടുക്കേണ്ടത് മുഖ്യമന്ത്രിയും സർക്കാരുമാണ്. അവർക്കെല്ലാം കൈമാറിക്കഴിഞ്ഞു. ഇനി തനിക്കൊന്നും പറയാനില്ല. എത്ര വിചിത്രമായ ആചാരങ്ങൾ. ഒരു കാര്യം വ്യക്തമാണ്, PV അൻവറിൻ്റെ ആയുധപ്പുര പൂർണ്ണമായും ഒഴിഞ്ഞു പോയിരിക്കുന്നു. മുഖ്യമന്ത്രിക്കെതിരെ തൊടുക്കാവുന്ന ആയുധങ്ങളൊന്നും ഇനി അൻവറിൻ്റെ ആവനാഴിയിലില്ല. അജിത് കുമാറിൻ്റെ ഭാര്യയുടെ ശബ്ദരേഖയടക്കം എല്ലാം ഇനി അൻവറിൻ്റെ അടുക്കളയിൽ വിശ്രമിക്കും. രാഷ്ട്രീയം നിർത്തി അടുത്ത പോരാട്ടം പ്രഖ്യാപിച്ച KT ജലീൽ അങ്ങനെ വഴിയാധാരമാകുമ്പോൾ അൻവറിനെ വിശ്വസിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെ അടക്കം വെല്ലുവിളിച്ച കാരാട്ട് റസാക്കിന് ഇനി എന്തു പറയാനുണ്ട്? CPM പാർട്ടിയുടെ സമ്മേളന കാലത്ത് അൻവർ തൊടുത്തത് പാർട്ടിയെ തകർക്കാനുള്ള നീക്കങ്ങളെന്നായിരുന്നു പൊതുവെ വിലയിരുത്തിയത്. എന്നാൽ അതിന് തൊട്ടു മുൻപ് അൻവറിന്റെ കൂമ്പടച്ച് കളഞ്ഞു പിണറായി വിജയൻ. സുനാമി പോലെ കടന്നു വന്ന അൻവർ ഒടുവിൽ ഒരു ചൂളം പോലുമില്ലാതെ മടങ്ങുന്നു. മുഖ്യമന്ത്രി മുഖം രക്ഷിക്കാൻ അജിത് കുമാറിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചു. ശശിക്കെതിരെ അന്വേഷണം നടത്തുന്നത് സ്വന്തം പാർട്ടി തന്നെ. അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണം DGP കടുപ്പിച്ചാൽ അതൊരുപക്ഷെ അജിത് കുമാറിന് വിനയാകും. എന്നാൽ DGP ദർവേഷ് സാഹിബ് സാധാരണ ആരെയും ഉപദ്രവിക്കാത്ത പ്രകൃതമുള്ളയാൾ. തൻ്റെ വിശ്വസ്തരെ കൈവിടില്ല എന്ന സന്ദേശമാണിപ്പോൾ മുഖ്യമന്ത്രി കേരളത്തിന് നൽകുന്നത്. ഒപ്പം പാർട്ടി സമ്മേളനങ്ങളിൽ മുഖ്യമന്ത്രിക്ക് ചിലതൊക്കെ പറഞ്ഞ് ഇനി കൈകഴുകാം. പോലീസ് സംവിധാനത്തിൽ ചില പാളിച്ചകൾ സംഭവിച്ചുവെന്നും അവ കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്തി പരിഹരിക്കുമെന്നും മുഖ്യമന്ത്രിക്കും ഗോവിന്ദനുമൊക്കെ പാർട്ടി അണികളോട് ഇനി പ്രസംഗിക്കാം. അൻവർ ചെയ്തു കൊടുത്ത അത്രയെങ്കിലുമൊക്കെ ഉപകാരം.
അജിത് കുമാറിന് നേർക്ക് ഗുരുതരമായ ആരോപണങ്ങൾ പുറത്തുവിട്ട PV അൻവർ മറ്റ് തെളിവുകളൊന്നും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഹാജരാക്കിയില്ല. അൻവറിൻ്റെ കയ്യിൽ അത്തരം തെളിവുകളില്ല എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആകെക്കൂടി കവടിയാറിൽ രാജകൊട്ടാരത്തിന് സമീപം പണിയുന്ന ഒരു വീടിൻ്റെ കണക്കുകളും അതിൻ്റെ ലൊക്കേഷൻ സ്കെച്ചും പിന്നെ വീടിൻ്റെ രൂപരേഖയും മാത്രം. അതിലപ്പുറം അജിത് കുമാറിനെ കുരുക്കാനുള്ള എന്ത് തെളിവാണ് അൻവറിൻ്റെ പക്കലുള്ളത്? CPM സ്ഥിരം പറയുന്ന ജാഗ്രത തന്നെയാണ് ഇപ്പോൾ പാർട്ടി പുലർത്തുന്നത്. പാർട്ടി സമ്മേളനങ്ങൾ ആരംഭിച്ചിരിക്കെ മുഖ്യമന്ത്രിയും പാർട്ടിയും ഒന്നാണ് എന്ന സന്ദേശം അണികൾക്ക് പകരണമെന്നതാണ് മുഖ്യമന്ത്രിയുടെ ആഗ്രഹം. ഇന്നലെ പിണറായി വിജയനെ കണ്ടിറങ്ങിയ അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞത് വിചിത്രമായ ചില കാര്യങ്ങൾ. മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും കാര്യങ്ങൾ ഗൗരവത്തോടെ പരിഗണിക്കുമെന്നാണ് തൻ്റെ പ്രതീക്ഷ. ADGPയെ മാറ്റാതെ സത്യസന്ധമായ അന്വേഷണം നടക്കുമോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ കാത്തിരുന്ന് കാണാം എന്ന ഒഴുക്കൻ മറുപടി. എല്ലാ കാര്യങ്ങളിലും തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രിയും പാർട്ടിയുമാണ്. ഇതൊരു കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ്. കമ്മ്യൂണിസ്റ്റ് സർക്കാരിനറിയാം ജനങ്ങളുടെ വികാരം. ഞാൻ എൻ്റെ വിഷയമല്ലല്ലോ പറഞ്ഞത്, ഈ നാട്ടിലെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ്. ഒടുവിൽ PV അൻവർ തൻ്റെ മുഖം രക്ഷിക്കാൻ ഇന്ന് MV ഗോവിന്ദനെ കാണുന്നു. തെളിവുകൾ പാർട്ടി സെക്രട്ടറിക്ക് കൈമാറുമെന്നാണ് അൻവർ ചില സുഹൃത്തുക്കളോടൊക്കെ പറയുന്നത്. ഇപ്പോഴും മാധ്യമങ്ങൾക്ക് മുൻപിൽ എന്തു പറയണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന PV അൻവർ. എന്തായിരുന്നു ആ വരവ്? മലപ്പുറം കത്തി, അമ്പും വില്ലും ഒലക്കയുടെ മൂട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.